വികസനത്തിനാവശ്യമായ ഫണ്ട് സമാഹരണം സത്യത്തിൽ അത് LDFന്റെ അല്ല, ഉമ്മൻചാണ്ടിയുടെ ബഡ്ജറ്റിലുണ്ട് കിഫ്ബി എന്ന ആശയം. അറിയോ? ഉമ്മൻചാണ്ടിയുടെ ബഡ്ജറ്റിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ബഡ്ജറ്റ് പ്രസംഗത്തിലുണ്ട്, ബഡ്ജറ്റ് പുസ്തകത്തിലുണ്ട്. സണ്ണി വക്കീലെ ഉറക്കത്തിന് എണീറ്റ് പെട്ടെന്ന് ആരോ ചോദിച്ചതിന് ഉത്തരം അങ്ങ് പറഞ്ഞു. ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിൻ്റെ ആശയമൊന്നുമല്ല, അത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് നടപ്പിലാക്കിയതാണ്, അദ്ദേഹത്തിൻ്റെ ആശയമാണ്, അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലുണ്ടായിരുന്ന സംഭവമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഇടതുപക്ഷം കൊണ്ടുവരികയും നടപ്പിലാക്കുകയും വികസനം 1 ലക്ഷത്തിൽ പരം വികസനം നടപ്പിലാക്കിയ പദ്ധതിയൊന്നും LDFന്റെ എന്നല്ല, അത് UDFൻ്റേതാണ്, ഉമ്മൻചാണ്ടിയുടേതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. പിന്നെ മാത്രമല്ല കേട്ടോ, ഇനി അദ്ദേഹം ഒരുപക്ഷെ ഈ വയനാട് തുരങ്കപാത തുടങ്ങി വെച്ചതും ഉമ്മൻചാണ്ടി സാറാണെന്ന് നാളെ പറഞ്ഞുകൂടായികയില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ പദ്ധതി തുടരുമോ, കിഫ്ബി പദ്ധതി എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? വക്കീലിനോട് ചോദിച്ചു നോക്കാം. തുടരുമോ വക്കീലെ? അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഈ ആശയം അവരുടേതല്ല, അത് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ ഉള്ള ആശയമാണ്. തുടരും എന്ന വാക്ക് കേൾക്കണത് തന്നെ UDFന് അലർജിയാണ്. പിന്നെയാണോ ഈ കിഫ്ബി തുടരുന്ന കാര്യം ആലോചിക്കാനുള്ളത്? കുട്ടിയൊക്കെ UDFന്റെയും ഉമ്മൻചാണ്ടിയുടെ ആണെങ്കിലും അത് തുടരുന്ന കാര്യമൊക്കെ നമ്മൾ ആലോചിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ. കാരണം സതീശൻ സാറ് നേരത്തെ പറഞ്ഞു പോയി ഈ കിഫ്ബി ഇവിടെ പൂട്ടുമെന്നുള്ള അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ട്. കെയിൽ തുടങ്ങുന്ന എല്ലാ പരിപാടിയും, K സ്മാർട്ട് ആയാലും വേണ്ടില്ല, ഇനി K ഫോൺ ആയാലും വേണ്ടില്ല, ഇനി കേരളയിലായാലും വേണ്ടില്ല, കിഫ്ബി ആയാലും വേണ്ടില്ല, അതിനെയൊക്കെ പൂട്ടി കയ്യിൽ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അത് തുടരുന്ന കാര്യം നമ്മൾ ആലോചിക്കും. എന്തായാലും അല്ല സാറേ, ഈ UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് പറയണത് 90 സീറ്റ് അവർക്ക് കിട്ടുന്നതാണ്. സതീശൻ സാറ് ഇലക്ഷൻ കഴിഞ്ഞ് പെട്ടിയിലായി 6 മണിക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു 100+. അങ്ങനെ വരുമ്പോൾ ഒരു 190 സീറ്റ് വേണം. NDAക്ക് എന്തായാലും അവർക്കൊരു 5 സീറ്റെങ്കിലും ഇല്ലാതെ അവർ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു 195 സീറ്റ് വേണം. ആകെ ഈ മലയാളികളുടെ കയ്യിൽ 140 സീറ്റല്ലേ ഉള്ളൂ എൻ്റെ സണ്ണി സാറേ. അങ്ങനെ വരുമ്പോൾ എങ്ങനെ കണക്ക് ഒപ്പിക്കുക? ഈ May 4-ാം തീയതി 1 രൂപവും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പല്ലേ 100+ തന്നെ വേണമല്ലോ? ഒരു വിധത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ. ലീഗുകാർ പറയണത് 85 ഉണ്ടെങ്കിലും അവർ തൃപ്തരാണെന്നുള്ള നിലയ്ക്കാണ് അവർ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ കണക്കൂട്ടി പറഞ്ഞത്. ഗോവിന്ദൻ മാഷ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെ കണക്ക് ശേഖരിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് 90 കൂടുതലുണ്ടെന്ന്. എത്രത്തോളം വില ഉണ്ടാ പറയണമെന്ന് അറിയില്ല. ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ പറയുന്നത് 75 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടി ഈ തുടർ ഭരണം ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സണ്ണി വക്കീലെ UDFന് 3ാമതും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിഫ്ബിയുടെ പ്രശ്നമൊന്നും നിങ്ങൾക്ക് കിഫ്ബി തുടരേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. അല്ല, അഥവാ നിങ്ങൾക്ക് ഈ കേരളീയർക്ക് ഒരു കയ്യബദ്ധം പറ്റിയാൽ KSRTയിലൊക്കെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആയ സ്ത്രീകളുണ്ടല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥര്, ബാങ്ക് ജോലിക്കാര്, വലിയ വലിയ ശമ്പളം വാങ്ങുന്നവർ, ഒരു 70,000, 60,000, 80,000 ഒക്കെ വാങ്ങുന്ന ധാരാളം പേരുണ്ട്. ടീച്ചേഴ്സ് ഭാര്യയും ഭർത്താവും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ 1 ലക്ഷത്തിൽ പരം രൂപ ശമ്പളം വാങ്ങുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കൊക്കെ നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ഫ്രീ ആക്കുമോ? എന്ത് ധനതത്വശാസ്ത്രമാണ് എൻ്റെ വക്കീൽ സാറേ അത്? അതങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പാവപ്പെട്ട വീട്ടിലെ ഒരാണാണെങ്കിൽ ഈ ബസ്സിൽ ഫ്രീ നിങ്ങൾ കൊടുക്കില്ല അല്ലേ? നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പെൻഷൻ കിട്ടില്ല, DA വർധനം ഉണ്ടാവില്ല, ക്ഷേമ പെൻഷനൊക്കെ ഇതുപോലെ ഉണ്ടാവില്ല, വലിയ തോതിൽ കുടിശ്ശിക വരും എന്നൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ടല്ലോ. അങ്ങനെ വല്ല സാധ്യതയുണ്ടോ എൻ്റെ വക്കീൽ സാറേ? നമുക്ക് ഏതായാലും ജനങ്ങളുടെ വിധി ഒന്ന് കാണാം. 4-ാം തീയതി വരെ കാത്തിരിക്കും, മുടങ്ങുമെന്ന് നോക്കാം. ഇപ്പം സണ്ണി വക്കീൽ പറഞ്ഞത് ശരിയാണ്. 4-ാം തീയതി വരെ കാക്കാം, അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം പറഞ്ഞത് ബുദ്ധിപരമായ കാര്യം. കാരണം 4-ാം തീയതി ഇതിനൊരു തീരുമാനം ഉണ്ടാവും, നിങ്ങളിതൊക്കെ കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ വെറുതെ എന്തിനാ തല പുണ്ണാക്കി മാന്തി പൊളിക്കണത് അല്ലേ എൻ്റെ വക്കീൽ സാറേ? അങ്ങനെ ആവട്ടെ, 4-ാം തീയതി വരെ കാത്തിരിക്കാം. അതല്ലെങ്കിൽ പിണറായി സാറങ്ങ് തുടരട്ടെ സാറേ. ഓക്കെ, താങ്ക് യു. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.